നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്താണ് അറിയിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് സമയം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഫോഴ്സ്ഫുള്ളി ആരും ഒന്നും റെസിനേറ്റ് ചെയ്യരുത്. നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം നന്നായി ക്ലിയർ ആയിട്ടുള്ള മുഖം മനസ്സിൽ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് സോർഡ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ആണ് നമ്മൾ കാണുന്നത്. ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ അന്നേരത്തെ ഉണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടി തീരുമാനമെടുത്ത് ആലോചിക്കാതെ പോയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നും ചിന്തിച്ചില്ല, അന്നേരത്തെ ദേഷ്യത്തിന് പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പോയപ്പോൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് ആ ഒരു ചൈൽഡിഷ് ആയിട്ട് എടുത്ത ആ ഒരു തീരുമാനമായിട്ട് മാത്രമാണ് കാണാൻ പോകുന്നത്. അത് ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അത്രയും കുറച്ച് സമയത്തെ മണിക്കൂറുകൾക്ക് മാത്രമേ ആ ഒരു വാക്കിന് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അവർ അനുഭവിക്കുന്നു എന്നതാണ്. അവർക്ക് നല്ല ടെൻഷനുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തയ്യാറാകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ മാറി നിൽക്കുന്ന ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുമാണ് അവർക്ക്. അവർ നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ട്, നല്ല മിസ്സിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയിൽ തന്നെ. അടുത്ത മൂൺ കാർഡാണ്. മൂൺ കാർഡും അതൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു പെയിൻ എത്രത്തോളം ഭയങ്കരമാണെന്ന് അവരനുഭവിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ആ സെപ്പറേഷൻ്റെ വേദന ഭയങ്കരമായിട്ട് അവരിലുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാവാം. ഒരു റിലേഷൻഷിപ്പ് എത്ര സ്മൂത്തായിട്ട് പോവുകയാണെങ്കിലും വാക്കുതർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അന്നേരം പറയുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞ് പിന്നീട് അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് വലിയ ഇഷ്യൂസിലേക്ക് പോവാതെ പറഞ്ഞ് ഒതുക്കി തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ തീർത്തിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അതല്ലാതെ പിന്നീട് അത് മനസ്സിൽ വെച്ചിട്ട് അതൊരു പെയിനാക്കി അങ്ങനെ കൊണ്ട് നടന്ന് ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത്. അങ്ങും ഇങ്ങും പറഞ്ഞു തീർക്കുമ്പോൾ ഈ ഒരു കിട്ടിയിരിക്കുന്ന എനർജിയിൽ നമ്മൾ അതാണ് കാണുന്നത്. വലിയ കാര്യമല്ല, ഒരു ചെറിയ ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ പോയിട്ട് അത് ഭയങ്കരമായിട്ട് ഇത്രയും വലിയ ഒരു വിഷമം രണ്ടുപേരും അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ഒരു പെയിൻഫുൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അത് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി അത് അവസാനിപ്പിക്കുക. നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് റിലേഷൻ കൊണ്ടുപോവുക. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.